ഈ പെർഫോമൻസിൽ ഗോപിച്ചേട്ടനെ അവതരിപ്പിക്കുമ്പോഴാണ് ഫുൾ എനർജി. തീർച്ചയായിട്ടും അല്ലേ? അദ്ദേഹത്തിന്റെ വേറൊരു സാധനം ഒന്ന് അവതരിപ്പിച്ചാലോ? അതെ അതെ. ആ, ജയരാജ് വാര്യരേ, ഇത് ജനിച്ചപ്പോൾ മുതലുണ്ടോ ഈ സാധനം? എനിക്ക് സംശയമുണ്ട്. ആ, കാര്യം ഇത് ആരോ ഉപയോഗിച്ച് കുറച്ച് കാലമായല്ലോ തോന്നുന്നു. അല്ല, ഈ ഉത്തരീയം എന്ന് പറയുന്ന പോലെയാണ്. ഇതെനിക്ക് ലിംബ് പോലെയാണ്. ആ, കൈയും വിരലും പ്രവർത്തിക്കുന്ന പോലെയാണ്. ആ. ഞാൻ ഈ ഷോൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത് കലാപരിപാടി. ഇത് വെച്ചുകൊണ്ട് ആരുമാകും ഞാൻ. ആ, അങ്ങനെ അതായത് ഈ ഷോള് വേണ്ടി വന്നാൽ മകൾ എന്തുലേഖയാകും. വേണ്ടി വന്ന ഇവളാവാനൊക്കെ വളരെ എളുപ്പ. എങ്ങനെ ഇട്ടാ മതി, അത്രേ ഉള്ളു. ഇപ്പൊ എങ്ങനെയല്ലേ ഷോൾ? ഇത് വെച്ചിട്ട് മറ്റേ സ്ത്രീയാവാം, കുട്ടിയാവാം, ആനയാവാം, ആടാകാം, കള്ളനാവാം, കള്ളിയാകാം, ആരുമാകാം. ഞാൻ ചെയ്തിരുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്, ഇപ്പൊ അത് ചെയ്യാറില്ല. ഒരാളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ കള്ള എന്ന് വിളിക്കുന്നത്. PN വിജയകുമാർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന് ആയിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ ആണ്. അപ്പൊ ഞാൻ ഈ കവിത വായിച്ചിട്ട് അതിൽ നിന്ന് എടുത്തതാ. അച്ഛനെ പോലൊരു കള്ളനാണെന്നെന്നെ ആദ്യം വിളിച്ചതൻ അമ്മാ, അമ്മിഞ്ഞ പാലു കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ വിളിച്ചു നീ കള്ളൻ. കൊച്ചു കുറുമ്പുകൾ കാട്ടുമ്പോൾ എന്നെ ഇന്നേട്ടൻ വിളിച്ചു നീ കള്ളൻ. ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിലെ കല്ലുകോൽ തട്ടിപ്പറിച്ചൊരു കള്ളൻ. കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനാകുന്നു ഞാനെന്നും. അച്ഛനോടമ്മിണി ടീച്ചർ അച്ഛനോടമ്മിണി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മിടുക്കനീ കള്ളൻ. ഓടുമ്പോൾ ചാടുമ്പോൾ ഒന്നാമനാകുമ്പോൾ കൂട്ടുകാർ ചൊല്ലി നീ കള്ളൻ. പെൺകൊടിമാരെ കമന്റടിക്കും നേരം നാണമില്ലല്ലോട കള്ളാ. കണ്ണിൽ കവിത നുകരുമ്പോൾ കാമുകി പിന്നെ പറഞ്ഞു നീ കള്ളൻ. സാധാരണ ഈ മിമിക്രി ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ വന്ന് പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു സാംസ്കാരിക പശ്ചാത്തലം. നാടക പ്രവർത്തകനായിരുന്നു, അതിലൂടെയാണ് ഇതൊക്കെ കിട്ടുന്നത്. ജോസ് ചെറമൽ അറിയില്ലേ? പിന്നെ ജോസ് ചെറമലിന്റെ ഒരു നാടകത്തില് സാർ അഭിനയിച്ചിട്ടുണ്ട്, സത്യം വദാ ധർമ്മം ചര. അത് സാർ അഭിനയിച്ചു. അപ്പൊ ജോസ് ചെറമലിന്റെ കളരിയിലായിരുന്നു ഞാൻ. അതായത് അദ്ദേഹം സ്കൂൾ ഡ്രാമയിൽ നിന്ന് ഇറങ്ങിയിട്ട് റൂട്ട് എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പ് തുടങ്ങുന്നു. അതിലേക്ക് ഞങ്ങളെപ്പോഴുള്ളവർക്ക് വിളിക്കുന്നു. അതിന്റെ പിന്നിലൊക്കെ വലിയ കഥകളുണ്ട്. അപ്പൊ അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മൾ നാടകത്തിന്റെ എങ്ങനെ വേദിയിൽ നിൽക്കണം, എങ്ങനെ കൈ ചൂണ്ടണം, എങ്ങനെ ക്യാരക്ടറൈസേഷൻ എല്ലാം അവിടെ നിന്ന് നമ്മൾ പഠിച്ച ഗുരുകുലാണ്. അപ്പോൾ ആ തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കുറേ രംഗപരിചയം കിട്ടുന്നു. പിന്നെ ഈ വായിക്കുന്ന കൃതികളൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നു. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ഇവോൾവ് ചെയ്തിട്ട്. പിന്നെ ജോസ് ചെറമൽ ചെയ്ത ഒരു 1 man പ്ലേകൾ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് നാടകമായിരുന്നു തട്ടകം. നാടകമാണ് തട്ടകം. ഇപ്പോഴും എനിക്കൊന്ന് പാട്ടുകളോട് ജയരാജിന് വലിയൊരു താല്പര്യമുണ്ട്. അയ്യോ, സംഗീതം. നിലയുടെ പാട്ടിലേക്ക് നമുക്ക് വരണം. അപ്പോ പഴയ പാട്ടുകളെല്ലാം കൂടി ചേർത്ത് ഒരലക്കുണ്ടല്ലോ, ഇഷ്ടം പോലെ ഒരൊറ്റ അലക്കലക്കല്ലോ തമാശ പാട്ടുകൾ. തമാശ പാട്ടാണെങ്കിൽ കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്. കണ്ണാടി നിന്നെ ഞാൻ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലാണ് എൻ്റെ നീരാട്ട്. SP പിള്ളച്ചേട്ടൻ, ഭാസ്കരൻ മാസ്റ്ററും ദേവരായ മാസ്റ്ററും ഡോക്ടർ നാടകത്തില് കൊട്ടിലിരിക്കണവൻ മുട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കീറാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടേ. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് പാട്ടിൽ മുഴുവൻ മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ഇത് ബാബുക്കായും മെഹബൂബും കൂടി പാടിയ ഭാസ്കരൻ മാഷ് എഴുതിയതാണ്. അതുപോലെ തന്നെയാണ് പിന്നെ എന്തിനിത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലിൽ, നമ്മുടെ സത്യൻ സാർ അഭിനയിക്കുമ്പോഴേ രസമാണ്. അദ്ദേഹം പെർഫോം ചെയ്തിട്ട് നായിക നോക്കി, എന്തിനിത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലിൽ, തങ്കം പുഞ്ചിരിപ്പാലിൽ, വണ്ടി പുക വണ്ടി 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 നിന്നെ പോലെ വയർലെനിക്കും തീയാണേ, തെണ്ടി നടന്നാൽ 2 പേർക്കും കയ്യിൽ വരുന്നത് കായാണേ വണ്ടി പുക വണ്ടി. പിന്നെ ഏറ്റവും ഗംഭീര ഒരു പാട്ടുണ്ട്. കെട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ, 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി, താലി വാങ്ങി വന്നു മാല വാങ്ങി വന്നു. ആ പാട്ട് ഇങ്ങനെ നമ്മുടെ പാട്ട് ചരിത്രത്തിൽ ഇങ്ങനെ കിടക്കാണ് പാട്ട്. ചെയിനായിട്ട് അവതരിപ്പിക്കും സ്റ്റേജിൽ. അത് ഞാനിങ്ങനെ തമാശ പാട്ടുകളുടെ ഒരു ഏരിയ. അപ്പൊ ഈ ഷോള് വേണ്ടി വരുമോ? അപ്പൊ ഇത് പറ്റി, ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. കെട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചാൻ, ഇത് കെട്ടും. അതിപ്പോ കെട്ടും. അതെ, ഇത് കെട്ടിയിരിക്കും. 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. അപ്പൊ ഒറ്റ ഷോളിലാകളി, ഒറ്റ ഷോളിൽ. ഷോൾ ഈസ് ഓൾവേസ് എ ഷോൾ ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.
ഗ രെ ഗ മ